പത്തനംതിട്ടയിൽ CPM-ൽ പൊട്ടിത്തെറി. ഏരിയ സെക്രട്ടറിക്കെതിരെ മുൻ MLA KC രാജഗോപാൽ. മെഴുവേലി പഞ്ചായത്തിൽ ഭരണം നഷ്ടമായതിലും ഗ്രാമപഞ്ചായത്തിൽ തന്റെ ഭൂരിപക്ഷം കുറഞ്ഞതിലും ഉത്തരവാദി ഏരിയ സെക്രട്ടറി സ്റ്റാലിൻ എന്ന് രാജഗോപാൽ തുറന്നടിച്ചു. ഞാൻ ജയിച്ച വാർഡ് അദ്ദേഹം എന്നോട് മത്സരിച്ച സ്ഥാനാർത്ഥിക്കെതിരെ 3 വോട്ടിന് തോറ്റ വാർഡാണ്. അതുകൊണ്ട് ഞാൻ ജയിക്കരുതെന്നും പഞ്ചായത്ത് കിട്ടരുതെന്നും അദ്ദേഹത്തിന് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. ഇവർ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് വോട്ട് കുറയ്ക്കണം, ഈ വാർഡിൽ തന്നെയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെയും വോട്ട് കുറച്ചു. ഞാൻ വിചാരിച്ച് എനിക്കൊരു 10-200 വോട്ടും ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് ഒരു 10-200 വോട്ട് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്കും 10-50 വോട്ട് ബ്ലോക്ക് സ്ഥാനാർത്ഥിക്ക് വിടുന്ന നല്ല പോലെ പ്ലാൻ ചെയ്താണ്. 11-ാം വാർഡിൽ ഞാൻ നിർത്തണമെന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് അവിടെ സ്റ്റാലിൻ്റെ ഏരിയ ഒരു കാര്യം കൊണ്ട് അതാണ് എന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ തവണ 92 വോട്ടിന് LDF ജയിച്ച വാർഡിൽ വെറും 28 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് മുൻ MLA-ക്ക് ലഭിച്ചത്. എന്നാൽ KC രാജഗോപാലിന്റെ പരാമർശം വസ്തുതാവിരുദ്ധമെന്ന് CPM കോഴഞ്ചേരി ഏരിയ സെക്രട്ടറി TV സ്റ്റാലിൻ മറുപടി നൽകി. KCR പറഞ്ഞത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. KCR പറഞ്ഞതിന് മറുപടി CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടുള്ള എനിക്ക് പരസ്യമായിട്ട് പറയാൻ കഴിയത്തില്ല. അത് പാർട്ടിക്കുള്ളിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച പറയും. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ഒപ്പം ചേരുന്നു. ഗോകുൽ, ചുരുക്കി പറഞ്ഞാൽ പത്തനംതിട്ടയിലെ CPM-ൽ തമ്മിലടി രൂക്ഷമാകുന്നു അല്ലേ? തീർച്ചയായിട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വലിയ തോൽവിക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര കലഹം പത്തനംതിട്ടയിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. മുൻ MLA KC രാജഗോപാലൻ തന്നെയാണ് ഈ പൊട്ടിത്തെറിക്ക് ആരംഭം കുറിച്ചിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നേതാക്കൾ തമ്മിൽ വാക്പോര് ഇപ്പോൾ രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പത്തനംതിട്ട മെഴുവേലി പഞ്ചായത്തിലെ 8-ാം വാർഡിൽ ഈ KC രാജഗോപാൽ എന്ന KCR എന്ന് വിളിക്കുന്ന അദ്ദേഹം CPM-ൻ്റെ പ്രബലനായിട്ടുള്ള പത്തനംതിട്ട ജില്ലയിലെ നേതാവാണ്. അദ്ദേഹം മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മത്സരിച്ച് വിജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മെഴുവേലി പഞ്ചായത്തിൽ LDF-ന് അധികാരം നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ LDF ഭരിച്ചിരുന്ന ഒരു പഞ്ചായത്താണ്. അവിടെ KCR നിസാര ഭൂരിപക്ഷത്തിന്, അതായത് 92-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കഴിഞ്ഞ ടേബിളിൽ നിന്നും ഇത്തവണ KCR മത്സരിച്ച് ജയിക്കുമ്പോൾ 28 വോട്ടായിട്ട് ഭൂരിപക്ഷം കുറഞ്ഞു. പഞ്ചായത്തിൽ അധികാരം നഷ്ടപ്പെടുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് KCR ഈ പാർട്ടി നേതൃത്വത്തിനെതിരായിട്ട് രൂക്ഷ വിമർശനവുമായിട്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കോഴഞ്ചേരി ഏരിയ സെക്രട്ടറിക്കെതിരായിട്ടാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതായത് തന്നെ പരാജയപ്പെടുത്താനും പാർട്ടിയെ നാണം കെടുത്താനുമായിട്ട് ഏരിയ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് KCR ഇപ്പോൾ പറയുന്നത്. മെഴുവേലി പഞ്ചായത്തിൽ ഭരണം നഷ്ടമാകുന്നതിനും തൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞതിലും ഉത്തരവാദി ഏരിയ സെക്രട്ടറി TV സ്റ്റാലിൻ തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, നേതാവിനെ സുഖിപ്പിക്കുക എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ പാർട്ടിയിൽ നിലനിൽക്കുന്നത്. ആ ഒരു ശൈലിയാണ് ഇപ്പോൾ തൻ്റെ പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നതെന്നും അദ്ദേഹം വിമർശിക്കുകയും ചെയ്യുന്നു. അതായത് ഈ ഏരിയ സെക്രട്ടറിയെ സുഖിപ്പിക്കുന്ന ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് പരിഗണനയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ തന്നെ ലഭ്യമാകും, ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകും. അല്ലാത്തവർക്ക് ഇത്തരത്തിലുള്ള തൻ്റെ ഗതി ഉണ്ടാകുമെന്നുള്ള രീതിയും അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, തന്നെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പല ബാഹ്യശക്തികളും അവിടെ ഇടപെടുകയും ചെയ്തു. പാലം വലിച്ചത് സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ് എന്നും അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, ഈ ഏരിയ സെക്രട്ടറി സ്റ്റാലിൻ എന്ന് പറയുന്നയാൾ ഒരു കേൾപ്പുമില്ലാത്ത ആളാണ്, യാതൊരു വിവരവുമില്ലാത്ത ആളാണ് തുടങ്ങിയിട്ടുള്ള ചില വിമർശനങ്ങളും പ്രതികരണങ്ങളും അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ ഇദ്ദേഹത്തിനെതിരായിട്ട്, അതായത് ഈ ഏരിയ സെക്രട്ടറിക്കെതിരായിട്ട് പാർട്ടി നേതൃത്വത്തിന് രേഖാമൂലം തന്നെ ഔദ്യോഗികമായിട്ട് താൻ പരാതി നൽകും, സ്റ്റാലിൻ്റെ പേര് പറഞ്ഞ് തന്നെ പരാതി നൽകുമെന്നുമാണ് ഈ KCR ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന് മറുപടിയായിട്ട് എന്തായാലും ഏരിയ പ്രസിഡന്റും ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് KCR നടത്തിയിട്ടുള്ളത് തീർത്തും വസ്തുതാവിരുദ്ധമായിട്ടുള്ളൊരു പരാമർശമാണ് എന്നും അദ്ദേഹം മാധ്യമങ്ങളോടായിരുന്നില്ല ഈ രീതിയിൽ പരാമർശം നടത്തേണ്ടത്, എന്തെങ്കിലും പരാതികളുണ്ടായിരുന്നെങ്കിൽ അത് പാർട്ടിക്കുള്ളിലായിരുന്നു ചർച്ച ചെയ്യേണ്ടതെന്നും അദ്ദേഹം സ്റ്റാലിൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തനിക്ക് ചില കാര്യങ്ങൾ പരസ്യമായി പറയാനായിട്ട് ഉണ്ട്, പക്ഷേ അതൊന്നും തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അതൊന്നും പരസ്യമായിട്ട് പറയുകയില്ല, പാർട്ടി നേതൃത്വത്തെ ആയിരിക്കും ഇക്കാര്യം ബോധ്യപ്പെടുത്തുകയെന്നും ഒപ്പം മെഴുവേലി പഞ്ചായത്തിൽ അധികാരം നഷ്ടപ്പെടാനുള്ള കാരണം പരിശോധിക്കുമെന്നും അദ്ദേഹം പറയുന്നു. അതുമാത്രമല്ല, KCR-ന് കൂടുതൽ മറുപടി നൽകാൻ ഈ ഘട്ടത്തിൽ തയ്യാറാകുന്നില്ല എന്നുമായിരുന്നു സ്റ്റാലിൻ്റെ ഈ വിഷയത്തിലുള്ള മറുപടി. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾപാർട്ടി പോര് അത് വളരെ രൂക്ഷമായിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിൽ. മാത്രമല്ല, കനത്ത നഷ്ടം ജില്ലയിൽ പല പഞ്ചായത്തുകളിലും പല തദ്ദേശ സ്ഥാപനങ്ങളിലും CPM-ന് സംഭവിച്ചിരുന്നു. അതിനെ തുടർന്ന് പലയിടങ്ങളിലും ഈ രീതിയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടായി തുടങ്ങിയിട്ടുള്ളതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൃഷ്ണദേവ്, മറുവശത്ത് വലിയ ക്ഷീണമാണ് പത്തനംതിട്ടയിൽ CPM-ന് ഉണ്ടാകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ രമേശ്.